തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ സംഘർഷം. SFI KSU വിദ്യാർത്ഥികൾ തമ്മിലാണ് നേർക്കുനേർ ഇപ്പോൾ സംഘർഷം നടക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ് പറയൂ, വലിയ സംഘർഷത്തിലേക്ക് പോകുന്നുണ്ടോ? കാര്യങ്ങൾ എന്താണ് സംഘർഷത്തിലേക്ക് നയിച്ചത്? സ്മിത, കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ക്രൂട്ടണി ഇന്ന് രാവിലെ മുതൽ സർവകലാശാല മെയിൻ ക്യാമ്പസിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന സ്ക്രൂട്ടണിയിൽ ചില KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു എന്നാണ് അവർ ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ നേർക്കുനേർ ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഈ സർവകലാശാലയുടെ മുന്നിൽ സംഘർഷാവസ്ഥ ഉണ്ടായത്. ഈ സമയത്ത്, അതായത് കുറച്ച് സമയം മുമ്പും ഈ വിദ്യാർത്ഥികളിൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയുണ്ടായി. അതിനുശേഷം KSU പ്രവർത്തകർ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടത് ഞങ്ങളെയല്ല, തങ്ങളെ പ്രവർത്തകരെ മർദ്ദിച്ചവരെയാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇപ്പോൾ AC അടക്കമുള്ള ഉദ്യോഗസ്ഥർ, SI അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അവരോട് സംസാരിക്കുകയാണ്. അവരെ അല്ല അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടത്, തങ്ങളുടെ KSU പ്രവർത്തകരെ മർദ്ദിച്ചവരെ എന്നാണ് അവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു തർക്കത്തിലാണ്. നമ്മളിപ്പോൾ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ഇന്ന് സംഭവിച്ചത്? ഇന്ന് കേരള സർവകലാശാല യൂണിയൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന് നോമിനേഷനും അതിന്റെ സ്ക്രൂട്ടണിയുമായിരുന്നു. ഇത് സംബന്ധിച്ച് സ്ക്രൂട്ടണിയും നോമിനേഷനും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ KSUവിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ SFIയുടെ ഗുണ്ടകൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുക. രാവിലെ മുതൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇലക്ഷനാണ്. പോലീസിന്റെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഇലക്ഷനിൽ ഇത്രയും പോലീസുകാർ, നിങ്ങൾക്കറിയാം, ഇവിടെ നിൽക്കുന്ന ഇന്ന് ഈ ഇലക്ഷന്റെ ഭാഗമാക്കാൻ വന്നതിനേക്കാൾ ഇരട്ടി 3 ഇരട്ടി പോലീസ് ഉണ്ടായിരുന്നിട്ടും ആ പോലീസുകാർ നോക്കി നിൽക്കെ അവരുടെ സംരക്ഷണത്തിലായിരുന്നു KSU പ്രവർത്തകർക്കുള്ള ആക്രമണം. പോലീസിന് യാതൊരു തരത്തിലും ഇവിടെ ഇരകളാകുന്നവർക്ക് സുരക്ഷ ഒരുക്കാണ്ട യാതൊരു തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൈക്കോടതി തന്നെ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം സംഘർഷം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും ഞങ്ങളെ ഉൾപ്പെടെ KSU ജില്ലാ പ്രസിഡന്റായി ഞാൻ ഉൾപ്പെടെ KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ പെൺകുട്ടികളെ ഉൾപ്പെടെ SFIയുടെ സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇതിനകത്ത് മർദ്ദിക്കുക. പോലീസ് നോക്കിയിരിക്കുക. ഇവിടെ ഉള്ളതിനേക്കാൾ 3 ഇരട്ടി പോലീസ് ഉണ്ടായിരുന്നിട്ടും ആ ഗുണ്ടകൾക്ക് സുരക്ഷ ഒരുക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ പോലീസിന് ഇതിന് പറ്റില്ല എങ്കിൽ കാക്കി ഊരി വെച്ച് AKG സെന്ററിൽ പോയിരിക്കുന്നതാണ് നല്ലത്. KSU ജില്ലാ പ്രസിഡന്റാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അവരുടെ പ്രവർത്തകനെ മർദ്ദനം ഏറ്റുവെന്നാണ് അവർ ആരോപിക്കുന്നത്. അവരുടെ ആരോപണം മാത്രമാണ്. ഇനി SFI പ്രവർത്തകരുടെ വിശദീകരണം കൂടി നമുക്ക് കേൾക്കേണ്ട. അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് നമുക്കറിയില്ല. എന്തായാലും അവരോട് കൂടി തന്നെ SFIയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റ് അടക്കമുള്ളവരും ഈ ക്യാമ്പസിന്റെ, അതായത് കേരള സർവകലാശാലയുടെ മുൻഭാഗത്ത് തന്നെയുണ്ട്. ഇവിടെ വലിയ സംഘർഷം തന്നെയായിരുന്നു കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഈ ഭാഗത്ത് കുറച്ചധികം നേരമായി തന്നെയുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയതാണ് സർവകലാശാലയുടെ ഈ സ്ക്രൂട്ടണിയും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് എന്തായാലും SFI പ്രവർത്തകർ മുൻഭാഗത്ത്, ഈ സർവകലാശാലയുടെ മുൻഭാഗത്ത് തന്നെയുണ്ട്. SFIയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ളവരുണ്ട്. ജില്ലാ സെക്രട്ടറി ഉണ്ട്, ആദർശ് ജില്ലാ സെക്രട്ടറി. അതായത് എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? അവർ പറയുന്നു നിങ്ങളുടെ SFI പ്രവർത്തകർ KSU ആരെ മർദ്ദിച്ചു എന്ന്. എന്താണ് നിങ്ങളുടെ നടന്ന എന്താ സംഭവിച്ചത്? ഈ സെയ്ദലി എന്ന് പറയുന്ന വർക്കറുള്ള KSUവിന്റെ നേതാവ് കുറെ പേരായി കഞ്ചാവ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുറെ പേരെ കാറിൽ കൊണ്ട് SFI KSU വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. ഇപ്പോൾ അവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട്.